ഹായ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന ഫസ്റ്റ് ഇയറിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാലോ, പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് കെമിസ്ട്രി. ആക്ച്വലി സംഭവം 1800 കാലഘട്ടങ്ങളിൽ 31ഓളം എലമെൻറ്റുകൾ കണ്ടെത്തിയിരുന്നു. പിന്നീട് അത് 1865 ആയപ്പോഴത്തേക്കും 63 എലമെൻറ്റുകളും ഇപ്പോൾ 118ഓളം എലമെൻറ്റിലായിട്ട് നിൽക്കുകയാണ്. ഈ എലമെൻറ്റുകളെ കണ്ടെത്തിയത് മുതൽ ഇന്ന് നമ്മൾ കാണപ്പെടുന്ന പീരിയോഡിക് ടേബിൾ ഉണ്ടല്ലോ, അതുവരേക്കും ആളുകളുടെ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളുടെ പ്രയത്നങ്ങളെ പറ്റിയിട്ടും പീരിയോഡിക് ടേബിളിൻ്റെ ആവശ്യകതയും അത് ഏത് അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ പഠിക്കുന്നതോടെ we will understand the need for classification of elements, understand the present form of the periodic table, classify the element into S, P, D, F, etc., understand the periodic trend in properties. നമുക്ക് ആദ്യം genesis of periodic classification or why do we need to classify elements? എന്തിനാണ് നമ്മൾ എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്? 1800 കാലഘട്ടങ്ങളിൽ 31 എലമെൻ്റ് ഉണ്ടായിരുന്ന സമയം ഇപ്പോൾ 118 എലമെൻറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴത് എത്രയായിരുന്നു? 63 ആയിരുന്നു. അപ്പോൾ ഈ എലമെൻറ്റുകളെ പറ്റിയുള്ള പഠനം കുറച്ച് ദുഷ്കരമായി. 10ഉം 20ഒക്കെ ആണെങ്കിൽ ഓരോന്നിനെ പറ്റിയിട്ടും പഠിച്ചു വെക്കാമല്ലോ. എലമെൻറ്റുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വന്നപ്പോൾ സയൻറ്റിസ്റ്റുകൾ അവയെ നല്ല സയൻറ്റിഫിക് ആയിട്ട് എങ്ങനെ വർഗീകരിക്കാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി പഠിച്ചു തുടങ്ങി. അങ്ങനെ ഓരോ സയൻറ്റിസ്റ്റുകളുടെ എഫേർട്ടിൻ്റെ റിസൾട്ടാണ് ഇന്ന് നമ്മൾ കാണപ്പെടുന്ന ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഇന്നത്തെ പീരിയോഡിക് ടേബിളിലേക്ക് എത്തിച്ച രീതിയിൽ മുൻകാലങ്ങളിൽ കണ്ടെത്തലുകൾ നടത്തിയത് നോക്കാം. ഒന്ന് ഡോബ്രെയ്നർ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ലോ ഓഫ് ട്രയാഡ് എന്ന കോൺസെപ്റ്റുമായിട്ടാണ് വന്നത്. രണ്ടാമത്തത് ഡി ഷാങ്കർ ടോയ്സ്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ടെലൂരിക് ഹെലിക്സ്. മൂന്നാമത്തത് ന്യൂലാൻഡ്, അദ്ദേഹം ഒക്ടേവ്സ്. നാലാമത് ലോത്തർ മേയർ, അദ്ദേഹം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കർവാണ്. അദ്ദേഹം ഒരു പീരിയോഡിക് ടേബിൾ ആവിഷ്കരിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഇതിനെ വിളിക്കുന്ന പേര് അറ്റോമിക് വോളിയം കർവ് എന്നാണ്. ഞാൻ അങ്ങോട്ട് എത്തുമ്പോൾ പറയാം. അറ്റോമിക് വോളിയം കർവ്. ദെൻ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ, ദെൻ മോഡേൺ പീരിയോഡിക് ടേബിൾ ആൻഡ് ഫൈനലി ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ പറയാം. നമുക്കിതിലേക്ക് ഓരോന്നിലേക്കായിട്ട് പോകാം. വളരെ എളുപ്പമായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഡോബ്രെയ്നേഴ്സ് ലോ ഓഫ് ട്രയാഡ്. ആദ്യം നമുക്ക് ഡോബ്രെയ്നറുടെ കോൺട്രിബ്യൂഷൻ നോക്കാം. എന്താണ് ഡോബ്രെയ്നർ ചെയ്തത്? ഡോബ്രെയ്നർ അന്നുണ്ടായിരുന്ന എലമെൻറ്റ് ഡോബ്രെയ്നർ ഇത് 1800 തുടക്കത്തിലൊക്കെയാണ് ഡോബ്രെയ്നർ ഈ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനുമായിട്ട് വരുന്നത്. അന്നുണ്ടായിരുന്ന എലമെൻറ്റുകളെ അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ 3 എലമെൻറ്റ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. ആ ഗ്രൂപ്പ് ഓഫ് 3 എലമെൻറ്റിനെയാണ് ഈ ട്രയാഡ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം ശ്രദ്ധിച്ചത് എന്താണെന്നറിയാമോ? ഹി നോട്ടഡ് സിമിലർ പ്രോപ്പർട്ടീസ് ഓഫ് സെവറൽ ഗ്രൂപ്പ് ഓഫ് 3 എലമെൻറ്റ്സ്. 3 എലമെൻറ്റുകൾ ഉൾക്കൊള്ളുന്ന ചെറിയ കോളുണ്ടാക്കി അദ്ദേഹം. ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന എലമെൻറ്റുകളുടെ പ്രോപ്പർട്ടി, ഉദാഹരണത്തിന് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇതൊരു ഗ്രൂപ്പാണ് അദ്ദേഹത്തിൻ്റെ. ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ഇത് മറ്റൊരു ട്രയാഡ് ഗ്രൂപ്പാണ്. എന്താ ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഒന്നാമത്തെ എലമെൻറ്റിൻ്റെയും മൂന്നാമത്തെ എലമെൻറ്റിൻ്റെയും അറ്റോമിക് മാസിൻ്റെ ആവറേജ് ആയിരിക്കും രണ്ടാമത്തെ എലമെൻറ്റിന്. നോക്ക്. In triad, the middle element had the properties average to that of the first and third element. നോക്കണേ, ലിഥിയത്തിൻ്റെത് 7, സോഡിയം നമുക്കറിയില്ല വെയിറ്റ്, പൊട്ടാസ്യം 39. കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? സോഡിയം എത്രയാണ്? അതിൻ്റെ ആവറേജ് ആയിട്ടാണ് കിട്ടിയത്. ഇതാണ് ട്രയാഡ് പറയുന്നത്. സോ വാട്ട് ഈസ് ലോ ഓഫ് ട്രയാഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ ഹി അറേഞ്ച്ഡ് ദ എലമെൻറ്റ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റ് in a triad, in a group containing 3 elements, and the atomic mass of the second element was the average atomic mass of first and third element. മനസ്സിലായോ? ശരിക്കും ആറ്റങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ എലമെൻറ്റുകൾക്കിടയിൽ അവരുടെ മാസുകൾക്കിടയിൽ സംതിങ് ഉണ്ടെന്ന് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ സയൻറ്റിസ്റ്റും കൂടെ ഡോബ്രെയ്നറാണ്. ഓക്കെ, ഇങ്ങനെ സിമ്പിളായി പറയാം. മിഡിൽ എലമെൻറ്റ് ഹാഡ് ദ പ്രോപ്പർട്ടീസ് ആവറേജ് ടു ദാറ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എലമെൻറ്റ്. മൂന്നാമത്തെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് 1ൻ്റെയും 3ൻ്റെയും ആവറേജ് ആയിരുന്നു. അത് പ്രോപ്പർട്ടി മാത്രമല്ല, അറ്റോമിക് മാസും വേണമെങ്കിൽ പറയാം. അക്കോർഡിംഗ് ഈ പ്രോപ്പർട്ടീസ് മാറ്റിയിട്ട്
അറ്റോമിക് മാസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അറ്റോമിക് വെയിറ്റ് എന്ന് പറയാം. സോ ദ അറ്റോമിക് വെയിറ്റ് ഓഫ് ദ സെക്കൻഡ് എലമെൻറ്റ് ഈസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എലമെൻറ്റ്. ദിസ് ഇസ് ദ ലോ ഓഫ് ട്രയാഡ്. എന്നാൽ അന്നുണ്ടായിരുന്ന എല്ലാ എലമെൻറ്റുകളെയും അദ്ദേഹത്തിന് ഇതേപോലെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഇത് ഫിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വേണ്ടത്ര ശ്രദ്ധ ആകർഷിക്കാൻ പറ്റിയില്ല. സോ സയൻറ്റിസ്റ്റുകൾ തുടർ പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ട്രയാഡാണ് കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം. നോക്ക് 40 + 137/188 അല്ല മീൻസ് 40/137/2 വിൽ ബി ഗെറ്റ് ആൻ ആവറേജ് ഓഫ് 88 അല്ലേ. അതേപോലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒരു ആവറേജ് ഓഫ് 80 എന്ന രീതിയിലൊക്കെ കിട്ടും. അപ്പോൾ കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം മറ്റൊരു ട്രയാഡാണ്. ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ വേറൊരു ട്രയാഡാണ്. അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി വാട്ട് വാസ് ദ ഡ്രോബാക്ക് ഓഫ് ഡോബ്രൈനേഴ്സ് ലോ ഓഫ് ട്രയാഡ്? ഓൺലി ഫ്യൂ എലിമെൻറ്റ്സ് were known. ഓക്കെ, സം എലിമെൻറ്റ്സ് ഹാഡ് ഓൾമോസ്റ്റ് സിമിലർ അറ്റോമിക് വെയിറ്റ്. ഓക്കെ, ഇത് രണ്ടും അന്നത്തെ ഡോബ്രൈനറുടെ ഒരു ഇതായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് കുറച്ച് എലമെൻ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ വേണ്ടത്ര പെർഫെക്റ്റ് ആക്കാൻ പറ്റിയില്ല. പിന്നെ ഏകദേശം സിമിലർ അറ്റോമിക് വെയിറ്റ് ഉള്ള ആൾക്കാരെ അദ്ദേഹത്തിന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയില്ല. സോ വി ക്യാൻ റൈറ്റ് ബോത്ത്, നോ പ്രോബ്ലം. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡിമെറിറ്റ് അല്ലാതെ പരിഗണിച്ചാൽ അന്ന് ഉണ്ടായിരുന്ന എലമെൻറ്റുകൾ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ബി മാത്രമായിട്ട് പറയാം. ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. നെക്സ്റ്റ് രണ്ടാമത്തെ സയൻറ്റിസ്റ്റാണ് ഡി ഷാങ്കർ ടോയ്സ്. ഇദ്ദേഹമാണ് കക്ഷി. എന്താണ് അദ്ദേഹത്തിൻ്റെ റോൾ ചെയ്തതെന്നറിയാമോ? അന്നുണ്ടായിരുന്ന എലമെൻറ്റുകളെ ഷാങ്കർ ടോയ്സിൻ്റെ കോൺട്രിബ്യൂഷൻ കുറച്ച് വലുതായി കാണിക്കട്ടെ. അന്നുണ്ടായിരുന്ന എലമെൻറ്റുകൾ അദ്ദേഹം ഒരു സിലിണ്ട്രിക്കൽ മാനറിൽ അറേഞ്ച് ചെയ്തു. ഇങ്ങോട്ട് നോക്ക്, ഒരു സിലിണ്ട്രിക്കൽ മാനറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ച കാര്യം എന്താണെന്നറിയാമോ? ഒരേ പൊസിഷനിൽ കിടക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരേ സ്വഭാവം. കേട്ടാ, ഒരേ പൊസിഷനിൽ കിടക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരേ സ്വഭാവം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ദാറ്റ് പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ്. ദിസ് ഈസ് കോൾഡ് ടെലൂറിക് ഹെലിക്സ്. സിലിണ്ട്രിക്കൽ മാനറിലാണ് അദ്ദേഹം എലമെൻറ്റുകൾ അറേഞ്ച് ചെയ്തത്. ടെക്സ്റ്റിനകത്ത് ഈ പിക്ചർ ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ ആ കോൺസെപ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടി കൊടുത്തേ ഉള്ളൂ. സോ ഡി ഷാങ്കർ ടോയ്സ് എന്ന് പറഞ്ഞു നോക്കൂ. ഡി ഷാങ്കർ ടോയ്സ് he arranged elements in order of increasing atomic weight and made a cylindrical table called telluric helix. എന്തായിരുന്നു പ്രത്യേകത? സിമിലർ എലമെൻറ്റ്സ് റിപ്പീറ്റഡ് ഓർ recurrence of properties means similar element occupied in the same position അല്ലെങ്കിൽ ഒരേ പോലത്തെ പൊസിഷനിൽ ഒക്യുപ്പൈ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് തന്നെ വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ല. കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ഇനി മൂന്നാമത്തെ സയൻറ്റിസ്റ്റാണ് ന്യൂലാൻഡിൻ്റെ കോൺട്രിബ്യൂഷൻ ലോ ഓഫ് ഒക്ടേവ്സ്. സോ ഇന്ന് കാണപ്പെടുന്ന പീരിയോഡിക് ടേബിളിലേക്ക് ഒരുപാട് സയൻറ്റിസ്റ്റുകളുടെ എഫേർട്ടിൻ്റെ റിസൾട്ടായിട്ട് എത്തിയതാണ് നമ്മൾ. അതിന് മുൻപ് വന്നുപോയ സയൻറ്റിസ്റ്റുകളെ പറ്റിയാണ്, അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ മൂന്നാമത്തെ സയൻറ്റിസ്റ്റാണ് ന്യൂലാൻഡ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഒക്ടേവ്സ് ആണ്. എന്താണെന്നറിയാമോ ഒക്ടേവ്സ്? അന്നുണ്ടായിരുന്ന എലമെൻറ്റുകളെ അദ്ദേഹം അറ്റോമിക മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ എട്ടാമത് വന്ന എലമെൻറ്റിന് ഒന്നാമത്തെ എലമെൻറ്റിൻ്റെ അതേ സ്വഭാവം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ എലമെൻറ്റിൽ നിന്നും എണ്ണുമ്പോൾ കിട്ടുന്നതിനും രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ സ്വഭാവം. മനസ്സിലായില്ല? നോക്കിക്കോളൂ. ഞാനിവിടെ എഴുതാം. ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. പിന്നെ വരേണ്ടത് നിയോൺ ആണ്. നിയോൺ അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് പിന്നെ ഉണ്ടായിരുന്ന എലമെൻറ്റ് സോഡിയമാണ്. സോഡിയം അദ്ദേഹം ഇവിടെ എഴുതാൻ നോക്കുമ്പോഴാണ് സോഡിയത്തിന് ലിഥിയത്തിൻ്റെ അതേ സ്വഭാവം ഉള്ളതായിട്ട് കണ്ടത്. പിന്നെ നോക്കി അദ്ദേഹം പിന്നുള്ള എലമെൻ്റ് ഏതാ? മെഗ്നീഷ്യമാണ്. മെഗ്നീഷ്യത്തിന് ബെറിലിയത്തിൻ്റെ അതേ സ്വഭാവം. നോക്ക്, 1 2 3 4 5 6 7 8 അതിൻ്റെ തന്നെ. ഇനിയിപ്പോൾ ഞാൻ ഇതാണ് ഒന്നെടുത്തതെങ്കിലോ 1 2 3 4 5 6 7 8 എട്ടാമത്തത് അതേപോലെ തന്നെ. ലൈക്ക് 7 മ്യൂസിക്കൽ നോട്ട്. ഇപ്പോൾ നമ്മൾ മ്യൂസിക്കൽ നോട്ടിൽ സരിഗമപദനി വീണ്ടും വരുന്നത് സാ തന്നെയാണ്. അതേപോലെ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ വീണ്ടും വരുന്നത് സോഡിയമാണ്. ഐ മീൻ പ്രോപ്പർട്ടീസ് സിമിലർ വിത്ത് ലിഥിയം. ദെൻ നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ ഒന്ന് വലുതാക്കി കാണിച്ചു കഴിഞ്ഞാൽ ബോറോണിൻ്റെ നേരെ താഴെ ആരാ വരിക? അലൂമിനിയം. കാർബണിൻ്റെ താഴെ സിലിക്കൺ, നൈട്രജൻ, ഫോസ്ഫറസ്, ഓക്സിജൻ, സൾഫർ, ഇവിടെ ക്ലോറിൻ. ദെൻ ഇവിടെ വരുന്നത് ഞാൻ ജസ്റ്റ് താഴേക്ക് കാണിക്കുകയാണ്. പൊട്ടാസ്യം, അവിടെ നേരെ താഴത്ത് കാൽഷ്യം, ദെൻ ക്രോമിയം, ടൈറ്റാനിയം, മാംഗനീസ്, പിന്നെ അയൺ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നോക്കണേ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പീരീഡ്. അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഓരോ പീരീഡുകളാണിത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ കാൽഷ്യം വരെ വളരെ സക്സസ്ഫുൾ ആയിരുന്നു.
അഥവാ ഇതിൻ്റെ സ്വഭാവമാണ് ഇതിന്, ഇതിൻ്റെ സ്വഭാവമാണ് ഇതിന്, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ കാൽസ്യത്തിന് ശേഷം വെച്ച എലമെൻറ്റ് ബോറോൺ, അലുമിനിയം, ക്രോമിയം, ഇതിൻ്റെ സ്വഭാവത്തിൽ നിന്നും വിഭിന്നത ഉണ്ടായിരുന്നു ഇവർക്ക്. നമുക്ക് കാർബണും സിലിക്കണൊക്കെ നോൺ മെറ്റലുകളാണ്, പക്ഷേ ടൈറ്റാനിയം മെറ്റലാണ്, വ്യത്യാസമുണ്ട്. സോ കാൽഷ്യം വരെ മാത്രമേ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് അന്ന് അത് വരെ കാണപ്പെട്ടിട്ടുണ്ടായിരുന്ന എല്ലാ എലമെൻറ്റുകളെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു നേട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ലണ്ടൻ റോയൽ സൊസൈറ്റി അദ്ദേഹത്തിന് പ്രത്യേക അവാർഡും ഒക്കെ നൽകി ആദരിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ ഫെയിൽ ആയതുകൊണ്ട് തന്നെ ആളുകൾ വീണ്ടും 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 എന്ത് ചെയ്തു, സയൻറ്റിസ്റ്റുകൾ കൂടുതൽ പഠനങ്ങളുമായി മുന്നോട്ട് വന്നു. നോക്കണേ ഒക്ടേവ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. The element when arranged in the increasing order of their atomic weight, every eighth element had the properties similar to that of first element. Set ആണല്ലോ. നെക്സ്റ്റ് ലോത്തർ മേയർ പീരിയോഡിക് ടേബിൾ. ഇത് ഭയങ്കര രസമാണ്. എന്താണ് ലോത്തർ മേയർ? ലോത്തർ മേയറും അതേപോലെ തന്നെ നമ്മുടെ മെൻഡലീഫും ഒരേ സമയത്ത് ഒരേപോലെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോത്തർ മേയർ പരീക്ഷണം നടത്തുന്നത് അന്നുണ്ടായിരുന്ന എലമെൻറ്റുകളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടിയൊക്കെ കൃത്യമായി പഠിച്ച് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പാരലായിട്ട് മെൻഡലീഫും ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇദ്ദേഹം നല്ല രീതിയിൽ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന പീരിയോഡിക് ടേബിൾ അദ്ദേഹം ഉണ്ടാക്കി വെച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫെമിലിയർ ആയത് പീരിയോഡിക് ടേബിൾ എന്ന പേരിലല്ല. അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷന് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുകയാണ് ചെയ്തത്. ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ വേർഷൻ ഞാൻ ബോർഡിൽ കാണിച്ചിട്ടുണ്ട്. ഡൗൺലോഡഡ് പിക്ചർ ആയതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്, എന്നാലും ജസ്റ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. ഇതിൻ്റെ പേരാണ് അറ്റോമിക് വോളിയം കർവ്. അറ്റോമിക് വോളിയം കർവ്. ഈ അറ്റോമിക് വോളിയം കർവിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ പീക്കിൽ ഒക്യുപ്പൈ ചെയ്യുന്നത് ആൽക്കലി മെറ്റലാണ്. കണ്ട, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അസെൻഡിങ് പൊസിഷനിലാണ് നോബിൾ ഗ്യാസും ഹാലജനൊക്കെ ഉള്ളത്. കണ്ട, ഇവിടെ നോബിൾ ഗ്യാസ്, അതേപോലെ ഹാലജൻ അസെൻഡിങ് പൊസിഷനിൽ. കണ്ട, ഹാലജനും നോബിൾ ഗ്യാസൊക്കെ അസെൻഡിങ് പൊസിഷനിലും ഡിസെൻഡിങ് പൊസിഷനിലാണ് ആരുള്ളത്? ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഉള്ളത്. സോ ഇതിൻ്റെ പീക്കിൽ ആൽക്കലി മെറ്റൽ, അസെൻഡിങ് പൊസിഷനിൽ ഹാലജൻ, നോബിൾ ഗ്യാസ്, ഡിസെൻഡിങ് പൊസിഷനിൽ ആൽക്കലി മെറ്റൽസ്. അപ്പോൾ ഇദ്ദേഹം ഈ അറ്റോമിക് വോളിയം കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് വലിയ സ്വീകാര്യത എല്ലാം കിട്ടി. അദ്ദേഹം നോക്കൂ, അറ്റോമിക് പ്രോപ്പർട്ടീസ്, ദാറ്റ് ഈസ് അറ്റോമിക് വോളിയത്തിന്, അറ്റോമിക് മാസിനെതിരെയാണ് അദ്ദേഹം ഗ്രാഫ് വരച്ചത്. ഇവിടെ അറ്റോമിക് വോളിയമാണ്, ഇവിടെ അറ്റോമിക് മാസാണ്, അറ്റോമിക് മാസ്. അങ്ങനെ വരച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഗ്രാഫാണ് ഇത്. കണ്ടോ, പീക്ക്, പിന്നെ ആ പീക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ അടുത്ത പീക്ക് ഇങ്ങനെ വന്ന് അടുത്ത പീക്ക് ഇങ്ങനെ ഇതാണ് ആ ഗ്രാഫ്. ഇതിൽ ഈ പീക്ക് പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? ആൽക്കലി മെറ്റലുകളാണ്. ഡിസെൻഡിങ് പൊസിഷനിൽ കാണപ്പെടുന്നത് കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം പോലത്തെ ആൽക്കലി എർത്ത് മെറ്റലാണ്. അസെൻഡിങ് പൊസിഷനിൽ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഹാലജനൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇനി ഇദ്ദേഹം ഈ ഈ കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം അദ്ദേഹത്തിന് പീരിയോഡിക് ടേബിളൊക്കെ വരച്ച് നല്ലൊരു ടേബിൾ സെറ്റാക്കി. ആ ടേബിൾ സെറ്റാക്കി ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കേട്ടത് റഷ്യയിൽ നിന്നൊരു സയൻറ്റിസ്റ്റ് പീരിയോഡിക് ടേബിൾ എന്നുള്ള രീതിയിൽ എലമെൻറ്റുകൾ, കാണപ്പെട്ട എല്ലാ എലമെൻറ്റുകളെയും വർഗീകരിച്ച് ക്ലാസിഫൈ ചെയ്തൊരു ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അദ്ദേഹം ആ ടേബിൾ നോക്കുമ്പോൾ മനസ്സിലായത് താൻ എന്താണോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത് അതേപോലെ മറ്റൊരാൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇനി റോളില്ലല്ലോ. ഫസ്റ്റ് മെൻഡലീഫിൻ്റെ ടേബിൾ പബ്ലിഷ് ചെയ്തതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പിന്നീട് അത് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് അദ്ദേഹം ഈ കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ എന്ന പേരിലേക്ക് ചുരുക്കപ്പെട്ടു. നോക്കാം ഇദ്ദേഹത്തിൻ്റെ കർവിൻ്റെ കുറച്ച് പ്രത്യേകതകൾ. ആൽക്കലി മെറ്റൽസ് ഒക്യുപ്പൈഡ് ദ പീക്ക്. ഗ്രാഫിൻ്റെ ഏറ്റവും ടോപ്പിൽ ആൽക്കലി മെറ്റലായിരുന്നു. ആൽക്കലിൻ എർത്ത് മെറ്റൽസ് ഒക്യുപ്പൈഡ് ഇൻ ദ ഡിസെൻഡിങ് പൊസിഷൻ ആൻഡ് ഹാലജൻസ് ഒക്യുപ്പൈഡ് അറ്റ് ദ അസെൻഡിങ് പൊസിഷൻസ്. ഇനിയൊരു കാര്യമുള്ളത് എന്തെന്നാൽ, അൺലൈക്ക് ന്യൂലാൻഡ്, മേയർ ഒബ്സർവ്ഡ് ദ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് റിപ്പീറ്റിംഗ് പാറ്റേൺ. ന്യൂലാൻഡ് മനസ്സിലാക്കിയത് എപ്പോഴും 8 അങ്ങനെ പോകുന്നായിരുന്നു. പക്ഷേ ഇദ്ദേഹം തിരിച്ചറിഞ്ഞു, ആദ്യം കുറച്ച് 8 ആണെങ്കിൽ പിന്നെ കുറച്ചും കൂടി വലിയ ഗ്യാപ്പാണ്, പിന്നെ വലിയ ഗ്യാപ്പാണ്. മീൻസ് എപ്പോഴും കൃത്യമായ ഗ്യാപ്പുകളായിരുന്നില്ല ഉള്ളത് എന്നുള്ളത് ഇദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. അതൊക്കെ വലിയ ഇൻഫർമേഷൻസ് ആണ് ആ സമയത്തുള്ളത്. നെക്സ്റ്റ് ലെറ്റ് സീ, ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ് ഈസ് ഒബ്സർവ്ഡ് അപ് ടു. ഇത് ഏതുവരേക്കാണ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് ന്യൂലാൻഡ് ഒക്ടേവ്സ്? അപ് ടു കാൽഷ്യം ഓൺലി, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
നെക്സ്റ്റ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. ദ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ സയൻറ്റിസ്റ്റാണ് മെൻഡലീഫ്. എന്താണ് മെൻഡലീഫിൻ്റെ കണ്ടെത്തലുകൾ? റഷ്യൻ കെമിസ്റ്റ് ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലീഫ് സെഡ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്. ഞാൻ അങ്ങോട്ടൊക്കെ വരുന്നതിന് മുമ്പായിട്ട് അന്നുണ്ടായിരുന്ന എലമെൻറ്റുകളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും ഒക്കെ അദ്ദേഹം വളരെ വ്യക്തമായി നമ്മൾ ഈ ചീട്ട് പോലത്തെ സാധനങ്ങളിൽ എഴുതി പാക്ക് ചെയ്ത് റെഡിയാക്കി ഒരു പഠിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ആറ്റങ്ങളുടെ സ്വഭാവങ്ങൾക്കിടയിൽ നല്ല സിമിലാരിറ്റീസ് ഉണ്ട് എന്നൊക്കെ തിരിച്ചറിഞ്ഞു. അങ്ങനെ അദ്ദേഹം നല്ലപോലെ അറേഞ്ച് ചെയ്തൊരു ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഫസ്റ്റ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ ടേബിൾ അദ്ദേഹം അറേഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയത് ആറ്റങ്ങളുടെ പ്രോപ്പർട്ടിയും ആറ്റത്തിൻ്റെ മാസും കൂടി ഒരു പീരിയോഡിക് ഫംഗ്ഷനാണെന്ന്. അങ്ങനെ അത് അദ്ദേഹം ഒരു എന്താ പറയുക ലോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫസ്റ്റ് പീരിയോഡിക് ലോ. ദ ഫസ്റ്റ് പീരിയോഡിക് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്സ്. ഒന്ന് പറഞ്ഞു നോക്ക്. പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്. ഒന്നുകൂടെ. പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്. Properties of elements are the periodic function of their atomic weight. This is what is the Mendeleev's periodic law. He constructed the first periodic table, also known as short form of periodic table. അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കടക്കുകയാണ്. അദ്ദേഹം അന്നുണ്ടായിരുന്ന എലമെൻറ്റുകളെല്ലാം കൃത്യമായി പഠിച്ച് ക്ലാസിഫൈ ചെയ്തു ഉണ്ടാക്കിയ ടേബിളാണ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് 9 കോളംസ്, ദാറ്റ് ഈസ് കോൾഡ്, അതിന് വിളിക്കുന്ന പേരാണ് ഫാമിലി. 9 ഫാമിലികളുണ്ട്. ഈ കാലത്ത് പുതിയ പീരിയോഡിക് ടേബിൾ നമ്മൾ ഫാമിലിയെ വിളിക്കുക ഗ്രൂപ്പ് എന്നാണ്. ഗ്രൂപ്പ്സ്, ദർ ആർ 9 ഗ്രൂപ്പ്സ്. അദ്ദേഹം ഈ ഗ്രാഫ് അല്ലെങ്കിൽ ഈ പിക്ചർ കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ ടേബിൾ കൊണ്ടുവരുന്ന സമയത്ത് നോബിൾ ഗ്യാസുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കണ്ടെത്തിയപ്പോൾ അദ്ദേഹം ആഡ് ചെയ്തു 0th ഗ്രൂപ്പായിട്ട്. സോ ആദ്യം 8 ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 0th ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് ടോട്ടൽ ഗ്രൂപ്പ്സ് ഈക്വൽസ് 9. ഇനി ദർ ആർ 7, മൊത്തം 7 പീരീഡുകളാണ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ 7 പീരീഡുകളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം വിളിച്ചത് സീരീസ് എന്നാണ്. സോ ദർ ആർ 9 ഗ്രൂപ്പ്സ് ആൻഡ് 7 സീരീസ് അല്ലെങ്കിൽ പീരീഡ്സ് ഇൻ ഹിസ് പീരിയോഡിക് ടേബിൾ. ഇനി മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ കുറച്ച് പ്രത്യേകതകളും നേട്ടങ്ങളും കോട്ടങ്ങളൊക്കെ പറയാൻ പോവാണ്. നോക്കണേ, നിങ്ങൾ ഈ പീരിയോഡിക് ടേബിളിലേക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ 0th ഗ്രൂപ്പിൽ ഓരോ എലമെൻറ്റുകൾ വീതമാണുള്ളത്. എന്നാൽ 1ലും 2ലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 2 സെറ്റ് ടൈപ്പ് എലമെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ നോക്കിവിടെ പൊട്ടാസ്യം, കോപ്പർ, റുബീഡിയം, സിൽവർ, സീഷ്യം, കണ്ട 2 ടൈപ്പ് എലമെൻറ്റുകൾ അതിൽ വരുന്നുണ്ട്. ഓക്കെ. അതേപോലെ ഇവിടെ നോക്ക്, ബെർലിയം, മഗ്നീഷ്യം കഴിഞ്ഞപ്പോൾ കാൽഷ്യം, സിങ്ക്, സ്ട്രോൺഷ്യം, കാഡ്മിയം. ഈ കാൽഷ്യം സിങ്കും കൂടെ വളരെ അടുത്ത ബന്ധമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ 2 ടൈപ്പ് എലമെൻറ്റുകൾ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്തത്. എന്നാൽ 8ലേക്ക് വരുമ്പോൾ 3 ആൾക്കാരാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത്. ട്രാൻസിഷൻ ട്രയാഡ് എന്നതിന് വിളിക്കുക. ട്രാൻസിഷൻ ട്രയാഡ് ഇതാണ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ. ഓക്കെ. ഇനി അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ അദ്ദേഹം ശ്രദ്ധിച്ച കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം എലമെൻറ്റുകൾ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണല്ലോ അറേഞ്ച് ചെയ്തത്. അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു ടേബിൾ കിട്ടിയത്. ഈ ടേബിളിൽ നിന്നും അദ്ദേഹം ഉൾക്കൊണ്ടതാണ് ആറ്റങ്ങളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എലമെൻറ്റുകളുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് വെയ്റ്റ്. അങ്ങനെയാണ് പീരിയോഡിക് ലോ, ദാറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് മാസ് അല്ലെങ്കിൽ വെയ്റ്റ് എന്ന കോൺസെപ്റ്റിൽ എത്തിയത്. ഇനി ഞാൻ ഇതിൻ്റെ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ നേട്ടങ്ങൾ പറയട്ടെ. മെറിറ്റ്സ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. ഞാൻ ജസ്റ്റ് ആ പോയിന്റുകൾ ഒന്നുകൂടെ. വെർട്ടിക്കൽ കോളംസ് ആർ നോൺ ആസ് ഗ്രൂപ്പ്സ് ആൻഡ് ഹൊറിസോണ്ടൽ റോസ് ആർ കോൾഡ് പീരീഡ്സ്. ദർ ആർ 7 പീരീഡ്സ് ആൻഡ് 8 ഗ്രൂപ്പ്സ്. Further, each group is subdivided into A and B subgroups except 0th and 8th. 0th ഇല്ല, 8th ആണെങ്കിലോ ട്രാൻസിഷൻ ട്രയാഡുകൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, മെറിറ്റ്സ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. ഫസ്റ്റ്, ആദ്യമായി ഒരു സിസ്റ്റമാറ്റിക് പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത് മെൻഡലീഫാണ്. He brought a systematic periodic table which made the study of chemistry of elements easier. ഓരോ എലമെൻറ്റുകളുടെയും കെമിസ്ട്രി പഠിക്കാൻ അത് വലിയ ഉപകാരപ്പെട്ടു. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. വെയിറ്റ്. 2, he left a gap for undiscovered elements and predicted their behavior and their discovery was made easier. വലിയ പോയിന്റാണിത്. അദ്ദേഹം നോക്കൂ, നമ്മളിപ്പോൾ
മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിന് മുമ്പ് ന്യൂലാൻഡിൻ്റെ പീരിയോഡിക് ടേബിൾ കണ്ടല്ലോ. ആക്ച്വലി ന്യൂലാൻഡ് എന്ത് ചെയ്യണമായിരുന്നു എന്നറിയോ? ന്യൂലാൻഡ്, ഞാൻ ജസ്റ്റ് ന്യൂലാൻഡിലേക്ക് തിരിച്ചു വരികയാണ്. ന്യൂലാൻഡ് കാൽഷ്യം എന്ന ഈ എലമെൻറ്റ് കഴിഞ്ഞാൽ അവിടെ വരേണ്ടിയിരുന്ന എലമെൻറ്റുകൾ വേറെ ഉണ്ടായിരുന്നു. ഏത്? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം. ഈ 3 എലമെൻറ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചും കൂടെ ഐഡിയ വന്നേനെ അല്ലേ? അതേപോലെ തന്നെ അന്നുണ്ടായിരുന്ന എലമെൻറ്റുകളെ അപ്പാടെ വർഗീകരിക്കാനാണ് ന്യൂലാൻഡ് ശ്രമിച്ചത്. പക്ഷെ മെൻഡലീഫ് എന്താ ചെയ്തതെന്നറിയാമോ? ഇനിയും എലമെൻറ്റുകൾ കണ്ടുപിടിക്കപ്പെടാനുണ്ടാവാം. സോ ഞാൻ ഈ ക്ലാസിഫൈ ചെയ്യുന്നതിനിടയിൽ ചില ആറ്റങ്ങൾ മിസ്സായതുണ്ടാവാം. അപ്പോൾ അവർക്ക് പ്രത്യേകം സ്പേസ് ഒഴിച്ചു വിടണം എന്ന് തിരിച്ചറിവുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കൂ, കാൽഷ്യം മുതൽ ഇങ്ങോട്ട് തെറ്റാൻ കാരണം കാൽഷ്യത്തിന് ശേഷം എഴുതേണ്ട സ്കാൻഡിയം എന്ന എലമെൻ്റ് അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? കണ്ടുപിടിച്ചവരും കണ്ടുപിടിക്കാത്തവരെ പറ്റി ചിന്തിച്ചില്ല. കണ്ടുപിടിച്ചവരൊക്കെ ഓർഡറിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് പോവുകയാണ് ചെയ്തത്. പക്ഷെ കുറച്ചും കൂടി എന്താ പറയുക, അഡ്വാൻസ്ഡ് ആയിരുന്നു മെൻഡലീഫിൻ്റെ കണ്ടെത്തലുകൾ. അന്ന് എന്താ ചെയ്തത്? അദ്ദേഹം ആ അൺഡിസ്കവേർഡ് എലമെൻറ്റുകൾക്ക് അദ്ദേഹം പ്രത്യേകം പേരുകൾ നൽകി ആ സ്പേസ് ഒഴിച്ചിട്ടു. അലൂമിനിയത്തിന് നേരെ താഴെ അൺഡിസ്കവേർഡ് ആയ എലമെൻറ്റിന് അദ്ദേഹം കൊടുത്ത പേരാണ് ഏക്ക അലൂമിനിയം. അതേപോലെ സിലിക്കണ് നേരെ താഴെ കാണപ്പെട്ടിട്ടുണ്ടായിരുന്നാൽ ഇല്ലാത്ത എലമെൻറ്റിന് അദ്ദേഹം കൊടുത്ത പേരാണ് ഏക്ക സിലിക്കോൺ. സോ നോക്കണേ, ഏക്ക അലൂമിനിയം എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിന് നേരെ താഴെ അതാരാണ്? ഗാലിയമാണ്. അതേപോലെ സിലിക്കണിൻ്റെ നേരെ താഴെ കാണപ്പെട്ട എലമെൻറ്റിൻ്റെ പേരാണ് ഏക്ക സിലിക്കോൺ. അത് ശരിക്കും ആരാണ്? ജെർമേനിയമാണ്. ഇനി അതേപോലെ ബോറോണിൻ്റെ നേരെ താഴെ കാണപ്പെട്ട അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെടാതിരുന്ന എലമെൻ്റാണ് ശരിക്കും സ്കാൻഡിയം. അതിന് ഏക ബോറോൺ എന്നും വിളിക്കാറുണ്ട്. ചില റഫറൻസ് ബുക്കിൽ അങ്ങനെ കാണാം. നെക്സ്റ്റ് പോയിന്റ്, Mendeleev's periodic table could predict errors in the atomic masses of certain elements based on their position in the periodic table. അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസിൻ്റെ ക്രമത്തിൽ ഇങ്ങനെ വെച്ച് പോന്നപ്പോൾ ചില എലമെൻ്റ് എത്തിയപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് പ്രശ്നമുണ്ടായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലമെൻ്റ് ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലല്ലോ, ഇവിടെ വരണമെങ്കിൽ അതിൻ്റെ മാസ് ഇതാവാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചില ആറ്റങ്ങളുടെ മാസ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെട്ടിരുന്നത് തെറ്റായിരുന്നു. അങ്ങനെ അദ്ദേഹം ചില ആറ്റങ്ങളുടെ മാസ് തിരുത്തി. നോക്കൂ, നിങ്ങൾ എക്സ്പെരിമെൻ്റലി ചെയ്യേണ്ട സംഭവം ബുദ്ധി ഉപയോഗിച്ച് അദ്ദേഹം ചെയ്തു. ലൈക്ക് നോക്കൂ, ബെർലിയം എന്ന എലമെൻറ്റിന് ആദ്യം 13.5 എന്ന മാസമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം അതെന്താക്കി? തിരുത്തി 9 ആക്കി. എങ്കിലേ ബെർലിയം എന്ന എലമെൻറ്റിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലിഥിയത്തിൻ്റെയും ബോറോണിൻ്റെ അടിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹം ബെർലിയം എന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് തിരുത്തി. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് മെറിറ്റ്സ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. ഇനി എന്താണ് ഡീമെറിറ്റ്? ഡീമെറിറ്റിലേക്ക് പോകാം. നമുക്കറിയാലോ, മെൻഡലീഫ് പറഞ്ഞിട്ടുള്ളത് ആറ്റങ്ങളുടെ എലമെൻറ്റുകളുടെ അറ്റോമിക് മാസിന് ഇടയിലുള്ളൊരു പീരിയോഡിക് ഫങ്ഷനാണ് ഈ എന്താ പറയുക, അതിവരുടെ സ്വഭാവം എന്നുള്ളതൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എലമെൻറ്റുകളെ കൃത്യമായ ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അറ്റോമിക് മാസിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അതിലൊരു എററും വരാൻ പാടില്ല. കറക്റ്റായിരിക്കണം. കറക്റ്റായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഒന്നാമത്തെ എലമെൻറ്റ് ഒന്നാണെങ്കിൽ രണ്ടാമത്തെ എലമെൻറ്റ് 2, മൂന്നാമത്തെ എലമെൻറ്റ് അങ്ങനെ വെക്കണം. മീൻസ് അസെൻഡിങ് ഓർഡറിൽ തന്നെ പോകണമായിരുന്നു. പക്ഷേ സ്ട്രിക്ട്ലി അദ്ദേഹത്തിന് ഇത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് വലിയൊരു ഡീമെറിറ്റാണ്. അതേപോലെ ഹൈഡ്രജൻക്ക് കറക്റ്റ് പൊസിഷൻ ഇത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാന്തനൈഡുകൾക്കും ആക്ടിനൈഡുകൾക്കും കറക്റ്റ് ലൊക്കേഷൻ പീരിയോഡിക് ടേബിളിൽ അസൈൻ ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ കുറച്ച് ഡീമെറിറ്റുകളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ദർ വാസ് നോ ഡിസ്കഷൻ അബൌട്ട് ഐസോടോപ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഐസോടോപ്പുകൾ എന്ന് പറയുമ്പോൾ അറ്റോമിക് മാസ് വ്യത്യാസമുള്ള ആളുകളല്ലേ. സോ ഐസോടോപ്പിന് നമ്മൾ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ 1 കഴിഞ്ഞാൽ 2 വെക്കേണ്ടത് ഹീലിയം എന്ന 4 അല്ല, ഡ്യൂട്ടീരിയം എന്ന 2 ആണ്. ദെൻ ട്രിഷ്യം എന്ന 3 കഴിഞ്ഞിട്ടേ പീരിയോഡിക് ടേബിൾ ആര് വരാൻ പാടുണ്ടായിരുന്നുള്ളൂ? ഹീലിയം വരാൻ പാടുണ്ടായിരുന്നുള്ളൂ. അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക്. പക്ഷേ അദ്ദേഹം അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ആണെന്ന് പറഞ്ഞുവെങ്കിലും ഐസോടോപ്പുകളെ പറ്റി പറഞ്ഞില്ല. അതിൽ അബൻഡൻ്റ് ആയിട്ടുള്ള ആളെ പറ്റി മാത്രമാണ് ചർച്ച പോയത്. ഇനി രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കുഡിൻ്റ് ജസ്റ്റിഫൈ ദ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ പൊസിഷനെ പറ്റിയിട്ട് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. 3 ലാന്തനൈഡിനും ആക്ടിനൈഡിനും പ്രത്യേക പൊസിഷൻ പീരിയോഡിക് ടേബിൾ കൊടുത്തില്ല. ഇനിയുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അദ്ദേഹത്തിന് ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അതിനിടയിൽ അനോമലസ് പെയറുകൾ ഉണ്ടായിരുന്നു.
അനോമലസ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 2 3 4 5 6 7 8 9 10 എന്ന് എണ്ണത് ശരിക്കും എണ്ണൽ 1 2 3 4 6 5 7 8 എന്ന് എണ്ണി കഴിഞ്ഞാലോ 1 2 3 4 5 6 7 8 എണ്ണേണ്ട സ്ഥാനത്ത് 1 2 3 4 6 5 7 8 എന്ന് എണ്ണിക്കഴിഞ്ഞാൽ ഒരു അനോമലി ഇല്ലേ അവിടെ 5 6 എണ്ണേണ്ട സ്ഥാനത്ത് 6 7 എണ്ണിയത്. ഇങ്ങനത്തെ കുറച്ച് പേരുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ടേബിളിൽ. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു, കാരണം ഇൻക്രീസിങ് അറ്റോമിക് ഓർഡറിലാണ് ടേബിൾ ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞതാണല്ലോ. പക്ഷേ ചില പേരുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. ആ പേരുകൾ നിങ്ങൾ പ്രത്യേകം ഓർക്കുക. നമുക്കാകെ 3 പേരുകളെ ഓർക്കാനുള്ളൂ. ഒന്ന് ആർഗൺ ആൻഡ് നമുക്ക് 4 പേരുകൾ ഓർക്കാണ്ട് 4 പേരുകൾ ഓർക്കാണ്ട് 4 എണ്ണം ഏതൊക്കെയാണ്? ആർഗൺ ആൻഡ് പൊട്ടാസ്യം. ഏതാണ്? 1 ആർഗൺ ആൻഡ് പൊട്ടാസ്യം, 2 ടെലൂറിയം ആൻഡ് അയോഡിൻ, 3 കൊബാൾട്ട് ആൻഡ് നിക്കൽ, 4 തോറിയം ആൻഡ് പ്രൊട്ടക്ടേനിയം. ഈ എലമെൻറ്റുകളുടെ എല്ലാം അറ്റോമിക് മാസ് ഇതിനേക്കാൾ കൂടുതൽ ഇതിനേക്കാൾ കൂടുതൽ എന്ന രീതിയിലാണ് വേണ്ടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് പ്രകാരം. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ ഇയാൾക്കാ, മീൻസ് മുൻപുള്ള ആറ്റത്തിനാണ് ശേഷമുള്ളതിനേക്കാളും കൂടുതൽ. മനസ്സിലായോ? ദാറ്റ് സച്ച് അനോമലസ് പെയർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡീമെറിറ്റാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ നോക്കൂ, ആർഗൺ 39.9 ഉണ്ട്, പക്ഷേ പൊട്ടാസ്യം 39.1 ഉള്ളൂ. ശരിക്കും ആർഗൺ കഴിഞ്ഞിട്ടാണ് പൊട്ടാസ്യം വരുന്നത്. പൊട്ടാസ്യത്തിന് 39.9 മേലെ 40 വരേണ്ടതാണ്, പക്ഷെ വന്നിട്ടുള്ളത് എത്രയാണ്? 39.1. അപ്പോൾ ആ ഇൻക്രീസിങ് ഓർഡർ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അതേപോലെ തന്നെയാണ് ഈ 4 ആൾക്കാർ. ഈ പേര് നിങ്ങൾ ഓർത്തു വെക്കുമല്ലോ: ആർഗൺ, പൊട്ടാസ്യം, ടെലൂറിയം അയോഡിൻ, തോറിയം പ്രൊട്ടക്ടേനിയം, കൊബാൾട്ട് ആൻഡ് നിക്കൽ. ദീസ് ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, സോ മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടോ. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ. കൺസിഡറിങ് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് അറ്റോമിക് വെയിറ്റ് ഓഫ് ദ എലമെന്റ് ബെർലിയം വാസ് കറക്റ്റഡ് ബേസ്ഡ് ഓൺ. എലമെൻറ്റുകളുടെ വാലൻസ് വെച്ചിട്ടാണ് അവരുടെ അറ്റോമിക് മാസുകൾ കറക്റ്റ് ചെയ്തത്. നെക്സ്റ്റ്, ദ എലമെന്റ് സ്കാൻഡിയം ഈസ് നോൺ ലോങ് ബാക്ക് ആസ് ഏക്കബോറോൺ. സ്കാൻഡിയത്തെ ഏക്കബോറോൺ എന്നും, ഏക അലൂമിനിയം ആരാണ്? ഏക അലൂമിനിയം ഗാലിയം, ഏക സിലിക്കോൺ ജെർമേനിയം അല്ലേ. നെക്സ്റ്റ്, ഏക സിലിക്കോൺ ഈസ് നൗ നോൺ ആസ് ഏക സിലിക്കോൺ ജെർമേനിയം. ആ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ താഴെയുള്ള ആളാരാണെന്ന് നോക്കിയാൽ മതി, ഓർക്കാൻ എളുപ്പമാണ്. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ടാലിയം. അപ്പുറത്താരാ? കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. കണ്ട, അലൂമിനിയത്തിന് താഴെയുള്ളത് ഏക അലൂമിനിയം, സിലിക്കണിൻ്റെ നേരെ താഴെയുള്ളത് ഏക സിലിക്കോൺ. റൈറ്റ്. മോഡേൺ പീരിയോഡിക് ടേബിൾ. യെസ്, നമ്മളന്ന് ഒരുപാട് ആസ്വദിക്കുന്ന പീരിയോഡിക് ടേബിളാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ശരിക്കും ആരാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയ ആൾ? ഹെൻറി മോസ്ലി എന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഒരു കെമിസ്റ്റ് അല്ല, ഒരു ഫിസിസിസ്റ്റാണ്. ഫിസിക്സിൻ്റെ കണ്ടെത്തലുകൾ നടത്തിയപ്പോൾ അദ്ദേഹം ലബോറട്ടറിയിൽ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തിയപ്പോൾ ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നും ആറ്റത്തിൻ്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും പോലത്തെ സംഭവങ്ങൾ ഉണ്ടെന്നൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ അറ്റോമിക് നമ്പർ എന്നൊരു പുതിയ കോൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അറ്റോമിക് നമ്പർ ശ്രദ്ധിക്കണേ. ഇതുവരെ ഉള്ള അറിവ് എന്താണെന്ന് അറിയാമോ? ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയാണ്. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി പറയുന്നത് എന്താ? ആറ്റംസ് ക്യാൻ either be created nor be destroyed. ആറ്റംസ് ആർ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻഡിവിസിബിൾ. അപ്പോൾ ഒരു ആറ്റത്തിനെ സംബന്ധിച്ച്, ഒരു വസ്തുവിനെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ നോളജ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ആറ്റങ്ങളാണ് എന്നുള്ളതാണ്. ഈ ആറ്റങ്ങളുടെ ഉള്ളിൽ ഇനി ഒന്നുമില്ല, അതാണ് ഏറ്റവും ചെറുത്, ഇനി മുറിക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ തത്വചിന്തയിൽ നിന്ന് വന്നത്, ഡാൾട്ടൻ്റെ. എന്നാൽ ആറ്റം പിന്നീട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞെന്ന് നിങ്ങൾക്കറിയാം. ഈ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിന് മുൻപ് ആറ്റത്തിന് പറ്റിയുള്ള നോളജ് അറ്റോമിക് മാസ് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട സയൻറ്റിസ്റ്റുകളെല്ലാം അറ്റോമിക് മാസ് അഥവാ അറ്റോമിക് വെയിറ്റ് എന്ന രീതിയിൽ അവരുടെ ക്ലാസിഫിക്കേഷൻ ചെയ്തത്. എന്നാൽ മോസ്ലി അറ്റോമിക് നമ്പർ എന്ന കൺസെപ്റ്റ് കണ്ടെത്തിയതിനെ തുടർന്ന് മോസ്ലി വെറുതെ ഇങ്ങനെ പരീക്ഷണം നടത്തി നോക്കി. എന്തെന്നറിയോ? അറ്റോമിക് നമ്പറിനെയും അറ്റോമിക് മാസിനെയും ഇവരുടെ പ്രോപ്പർട്ടിയുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കി. ഞാൻ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നു. അദ്ദേഹം ചെയ്തത് എലമെൻറ്റുകളെ വെച്ചിട്ട് അതിൽ എന്താ പറയുക, ലൈറ്റ് എക്സ്റേ പാസ് ചെയ്തിട്ട് വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയെ അറ്റോമിക് മാസിനെതിരെ ഗ്രാഫ് വരച്ച് നോക്കി, അറ്റോമിക് നമ്പറിനെതിരെ ഗ്രാഫ് വരച്ച് നോക്കി.
അപ്പോൾ നല്ല സ്റ്റീപ്പായിട്ട് അല്ലെങ്കിൽ കൃത്യമായ ഗ്രാഫ് കിട്ടിയത് അറ്റോമിക് മാസിലല്ലായിരുന്നു, അറ്റോമിക് നമ്പറിലായിരുന്നു. സോ അദ്ദേഹം തിരിച്ചറിഞ്ഞു അറ്റോമിക് മാസിനേക്കാളും ആറ്റത്തിൻ്റെ സ്വഭാവം ബന്ധപ്പെട്ടിരിക്കുന്നത് അറ്റോമിക് നമ്പറിലേക്കാണ്. സോ അറ്റോമിക് നമ്പർ ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പ്രോപ്പർട്ടി ടു എക്സ്പ്ലെയിൻ ദ ക്യാരക്ടേഴ്സ് ഓഫ് എലമെൻറ്റ്സ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഞാൻ ആ ഗ്രാഫ് ഒന്ന് കാണിക്കാം. ഇത് നോക്ക്, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്റേ ഫ്രാക്ഷൻ ഫ്രീക്വൻസി റൂട്ട് ന്യൂ. എലമെൻറ്റുകൾ ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് എക്സ്റേ അടിച്ചപ്പോൾ വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയെ അദ്ദേഹം അറ്റോമിക് നമ്പറിനെതിരെ വരച്ചപ്പോൾ കിട്ടിയ ലൈനാണ്ടാ കറക്റ്റ്. എന്നാൽ അറ്റോമിക് മാസിനെതിരെ വരച്ചപ്പോൾ കണ്ടോക്ക് വളഞ്ഞു തിരിഞ്ഞാൽ പോണത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? അറ്റോമിക് നമ്പറിനേക്കാളും അറ്റോമിക് മാസിനേക്കാളും അറ്റോമിക് നമ്പറാണ് ആറ്റത്തിൻ്റെ സ്വഭാവമായി കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ അദ്ദേഹം മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ ഉണ്ടല്ലോ, ആ പീരിയോഡിക് ടേബിൾ കണ്ടെടുത്ത് വെച്ചു. എന്നിട്ട് അതിൽ അറ്റോമിക് മാസൊക്കെ മായ്ച്ച് അറ്റോമിക് നമ്പറാക്കി. അങ്ങനെ അദ്ദേഹം മെൻഡലീഫിൻ്റെ പീരിയോഡിക് ലോയിലെയും അറ്റോമിക് മാസ് വാങ്ങിച്ച് നമ്പറാക്കി. അങ്ങനെ പുതിയ ടേബിളും ലോയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ദാറ്റ് ന്യൂ ടേബിൾ ഈസ് കോൾഡ് modern periodic table and the law is called modern periodic law. The modern periodic law states that the physical and chemical properties of elements are the periodic function of their atomic numbers. പറഞ്ഞു പഠിക്കണം. The physical and chemical properties of elements are the periodic functions of their atomic numbers. Okay, this is the modern periodic law. ഇനി ശരിക്കും കുറേ ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ട്. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഇന്ന് കാണപ്പെടുന്ന പീരിയോഡിക് ടേബിൾ ആണെന്ന്. അതല്ല ശരിക്ക്. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിലെ അറ്റോമിക് മാസിനെ മായ്ച്ച് അറ്റോമിക് നമ്പർ ആക്കിയ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ ഉണ്ടല്ലോ, അതാണ് ശരിക്കും മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ. ഈ മോസ്ലിയുടെ പീരിയോഡിക് ടേബിളിൽ ശരിക്കും 18 ഗ്രൂപ്പും 9 പീരീഡും അങ്ങനൊന്നുമില്ല, 7 പീരീഡൊന്നുമില്ല. 7 പീരീഡ് ഉണ്ട്, പക്ഷേ 18 ഗ്രൂപ്പില്ല. ഇന്ന് നമ്മൾ കാണപ്പെടുന്ന പീരിയോഡിക് ടേബിൾ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളാണ്. ഞാൻ അങ്ങോട്ട് പറയാൻ വരട്ടെ. മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിലെ മാസുകൾ മാറ്റിയ ആളാണ്. മാസുകൾ മാറ്റിയിട്ട് അറ്റോമിക് നമ്പർ ആക്കിയ ടേബിളാണ്. സോ പക്ഷേ അറ്റോമിക് നമ്പർ എന്ന വലിയൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ബേസിസിലാണ് അദ്ദേഹം മാറ്റം വരുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മോഡേൺ ടൈപ്പ് ഇനി അങ്ങോട്ടുള്ള ക്ലാസിഫിക്കേഷൻ്റെ എല്ലാം പാരൻ്റായിട്ട് അറിയപ്പെടുക മോസ്ലി ആയിരിക്കും. ഇതുവരെ ആരായിരുന്നു പീരിയോഡിക് ടേബിളിൻ്റെ ഫാദറായിട്ട് അറിയപ്പെട്ടത്? മെൻഡലീഫ്. പക്ഷേ അറ്റോമിക് നമ്പറിൻ്റെ കണ്ടെത്തൽ വന്നപ്പോൾ ഭയങ്കരമായ ചേഞ്ചുകൾ വന്നു. അങ്ങനെ മോഡേൺ ടൈപ്പ് പീരിയോഡിക് ടേബിൾ വരാൻ തുടങ്ങി. ആ പീരിയോഡിക് ടേബിളിൻ്റെ ഫാദറാണ് മോസ്ലി. ഓക്കെ, യെസ്. Atomic number Z can be related to the frequency of the X-ray emitted by using root nu equals A into Z minus B, where A and B are some constants. Then next, cause of periodicity. എന്തുകൊണ്ടാണ് പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പീരിയോഡിക് കാണിക്കുന്നത്? The periodic repetition of properties is due to the recurrence of similar valence shell or outermost shell electronic configuration after certain regular interval. ജസ്റ്റ് അതിൻ്റെ ഇടയിലൊരു പോയിന്റ് പറഞ്ഞെന്നുള്ളൂ. ഇത് കുറച്ചുകൂടി അപ്പുറത്തുള്ള പോയിന്റ് ആയിരുന്നു. ജസ്റ്റ് സ്ക്രീനിൽ വന്നുകൊണ്ട് പറയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവർത്തിച്ച് വരുന്നത് കൊണ്ടാണ് സ്വഭാവത്തിൽ സിമിലാരിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അറ്റോമിക് നമ്പറിലാണ് പ്രോപ്പർട്ടി ഒളിഞ്ഞിരിക്കുന്നത് എന്നാണല്ലോ മോസ്ലി കണ്ടെത്തിയത്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അറ്റോമിക് നമ്പറും അല്ല, ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് അതിൻ്റെ മെയിൻ ബേസിസ് എന്നുള്ളത് തിരിച്ചറിയും. സോ ഞാനിനി അടുത്തത് പറയാനുള്ളത് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ ആണ്. അതിന് മുൻപേ കുറച്ചും കൂടെ കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പറയട്ടെ. ഇതുവരേക്കും നമ്മൾ കണ്ടത് ഫസ്റ്റ് ഡോബ്രെയ്നർ, ലോ ഓഫ് ട്രയാഡ് എന്ന കോൺസെപ്റ്റുമായിട്ടാണ് ഡോബ്രെയ്നർ വന്നത്. ഡോബ്രെയ്നറുടെ ലോ ഓഫ് ട്രയാഡ് എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പിൽ 3 എലമെൻറ്റുകളുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ അദ്ദേഹം ഉണ്ടാക്കി. ഗ്രൂപ്പിൻ്റെ പേരാണ് ട്രയാഡ്. എന്നിട്ട് അദ്ദേഹം ആവിഷ്കരിച്ച ലോയാണ് ലോ ഓഫ് ട്രയാഡ്. The law states that the atomic mass of the second element is the average of first and last element. ഓക്കെ, കൂടുതൽ എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് റിജക്റ്റായി. പിന്നെ വന്ന സയൻറ്റിസ്റ്റാണ് ഡി ഷാങ്കർ ടോയ്സ്. ഹിസ് കോൺട്രിബ്യൂഷൻ ഈസ് ടെലൂറിക് ഹെലിക്സ്. അന്നുണ്ടായിരുന്ന എലമെൻറ്റുകൾ അദ്ദേഹം സിലിണ്ട്രിക്കൽ മാനറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റുകൾ ഒരേ പൊസിഷനിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. മൂന്നാമത് വന്ന സയൻറ്റിസ്റ്റാണ് ന്യൂലാൻഡ്. കുറച്ച് നല്ല അതുവരെ ഉണ്ടായിരുന്ന എല്ലാ എലമെൻറ്റുകളെയും ക്ലാസിഫൈ ചെയ്ത് പ്രത്യേക അവാർഡൊക്കെ വാങ്ങിച്ച ആളാണ് ന്യൂലാൻഡ്. അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ലോ ഓഫ് ഒക്ടേവ്സ് എന്നാണ്. ദാറ്റ് ഈസ് വെൻ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്,
എവറി എയ്ത്ത് എലമെൻറ്റ് ഷോസ് പ്രോപ്പർട്ടീസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ്. എട്ടാമത്തെ എലമെൻറ്റിന് ഒന്നാമത്തെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. പിന്നീട് വന്ന ആളാണ് മെൻഡലീഫ്. മെൻഡലീഫ് എന്താ ചെയ്തത്? അന്നുണ്ടായിരുന്ന എല്ലാ എലമെൻറ്റുകളെയും ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും ഒക്കെ പഠിച്ച് കൃത്യമായി പാക്കപ്പ് ചെയ്ത് അദ്ദേഹം ടേബിൾ ഉണ്ടാക്കി. ആ ടേബിളാണ് ഫസ്റ്റ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത്. ആ ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ലോയും കൊണ്ടാണ് വന്നത്. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് മാസ്. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ. കാരണം അന്ന് ചില എലമെൻറ്റുകളുടെ മാസ് എല്ലാം തെറ്റായിട്ടാണ് വിശ്വസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ നോളജ് വെച്ച് അദ്ദേഹം അത് തിരുത്തി. ലൈക്ക് ബെർലിയം ദാറ്റ് വാസ് ചേഞ്ച് ഫ്രം 13.5 to 9. അതേപോലെ അന്ന് കാണപ്പെടാത്ത എലമെൻറ്റുകൾക്ക് അദ്ദേഹം വലിയ അറിവുണ്ടായിരുന്നു. അന്ന് ചില എലമെൻറ്റുകൾ ഗാലിയം അതേപോലെ ജെർമേനിയം പോലത്തെ എലമെൻറ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ഇവിടെ ഇങ്ങനെ ഒരു എലമെൻറ്റ് കണ്ടുപിടിക്കാനുണ്ടെന്നും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ അദ്ദേഹം പ്രവചിച്ചു. അദ്ദേഹം ഗാലിയത്തെ പറ്റി പറഞ്ഞത്, ഞാൻ അതിൻ്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതാണ്, ഇനിയൊരു എലമെൻറ്റ് വരാനുണ്ട്. ആ എലമെൻറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആ എലമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ എലമെൻറ്റ് ഉരുകിപ്പോകുമെന്ന്. കാലങ്ങൾക്ക് ശേഷം എലമെൻറ്റ് കണ്ടുപിടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറവായിരുന്നു. കയ്യിൽ വെച്ചപ്പോൾ ഉരുകി പോകുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ അദ്ദേഹം എത്രത്തോളം അതിൻ്റെ ബാക്കിൽ പഠനം നടത്തി കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന്. സോ അങ്ങനത്തെ ഭയങ്കരമായ കണ്ടെത്തലുകൾ അദ്ദേഹം നടത്തിയത് കൊണ്ട് തന്നെ വലിയ അംഗീകാരം അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. പിന്നീടാണ് ആകെ ചിത്രം മാറ്റിമറിച്ച് ഫിസിക്സിൽ വലിയ കണ്ടെത്തലുകളൊക്കെ നടന്നത്. അങ്ങനെ മോസ്ലി എന്ന സയൻറ്റിസ്റ്റ് അറ്റോമിക് നമ്പർ എന്നൊരു സങ്കല്പം മുന്നോട്ട് വെക്കുന്നു. അതിൽ നിന്നും അദ്ദേഹം ഇതുവരെ പഠിച്ച പ്രോപ്പർട്ടികളെ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷിക്കുന്നു. അപ്പോൾ തിരിച്ചറിയാണ് അറ്റോമിക് നമ്പറാണ് അറ്റോമിക് മാസിനേക്കാളും ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന്. അങ്ങനെ അദ്ദേഹം മെൻഡലീഫിൻ്റെ പീരിയോഡിക് ലോയും ടേബിളും തിരുത്തി എഴുതുന്നു. The new or the modern periodic law states that properties of elements are the periodic function of their atomic number rather than atomic mass. അറ്റോമിക് മാസ് അല്ല, അറ്റോമിക് നമ്പർ ആണ് ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടിയെ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയുന്നു. ഓക്കെ, അങ്ങനെ അദ്ദേഹം ആവിഷ്കരിച്ച ടേബിളാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ലോങ് ഫോം, ദാറ്റ് ഈസ് കറൻറ്റ് പീരിയോഡിക് ടേബിൾ, ദാറ്റ് ഈസ് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. ഞാൻ നേരത്തെ പറഞ്ഞു മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിലെ അറ്റോമിക് മാസുകളെ മാറ്റി കിട്ടിയ മോഡേൺ പീരിയോഡിക് ടേബിളാണ് മോസ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ ആ പീരിയോഡിക് ടേബിളിൽ കുറേ വർക്കുകൾ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ നടത്തി അതിനെ ബ്ലോക്കുകളായിട്ട് വേർതിരിച്ച് അതിനൊന്നായിട്ടൊന്ന് പരത്തി അങ്ങനെ ഒരു ലോങ് ഫോമിലേക്ക് മാറ്റി. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? ദ പീരിയോഡിക് ടേബിൾ ദാറ്റ് വി യൂസ് ടുഡേ ഈസ് കോൾഡ് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. ദിസ് ടേബിൾ ഈസ് എ റിസൾട്ട് ഓഫ് ഹാർഡ് വർക്ക് ഓഫ് റാങ്ക്. സയൻറ്റിസ്റ്റുകളുടെ പേര് നോക്ക്, റാങ്ക്, ബറി, വാർണർ, തോംസൺ. ഇത്രയും സയൻറ്റിസ്റ്റുകളുടെ എഫേർട്ടാണ്. നോക്കണേ, റാങ്ക്, ബറി, വാർണർ, തോംസൺ, ഓൾസോ ബോർ. അതുകൊണ്ട് ബോർ മോഡൽ എന്നും കൂടെ പറയുന്നതിനെ. ബോറാണ് ഇതിനെ എസ് ബ്ലോക്കും പി ബ്ലോക്കും ഒക്കെ ആക്കി ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തത്. The elements are arranged in the increasing order of atomic numbers. There are total 7 periods and 18 groups. നോക്കണേ, നേരത്തെ നമ്മൾ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ പഠിച്ചപ്പോൾ അവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു? 9 എണ്ണം. 0 to 8. എത്ര പീരീഡ് ഉണ്ടായിരുന്നു? 7 എണ്ണം. ഇവിടെ പീരീഡ് 7 തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഇരട്ടി ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ അല്ലേ? ഏതാണ് ആ ഇരട്ടി? അദ്ദേഹം ഓരോ ഗ്രൂപ്പിലും 2 ടൈപ്പ് എലമെൻറ്റുകളാണല്ലോ കൊടുത്തിരുന്നത്. 0th ഗ്രൂപ്പിൽ 1 ടൈപ്പും പക്ഷേ 8th ഗ്രൂപ്പിൽ 3 ടൈപ്പും. അപ്പോൾ എല്ലാ ഗ്രൂപ്പിലും 2 ടൈപ്പ് എന്ന് പറയുന്ന രീതിയിലായി ആവറേജ്. ആ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് 18 ഗ്രൂപ്പുകളായത്. നെക്സ്റ്റ്, മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളൊക്കെ പോയി ഇനി നമുക്ക് മോഡേൺ അല്ലെങ്കിൽ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ എത്തി നിൽക്കുകയാണ്. ദിസ് ഈസ് ദ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. വി ഹാവ് 118 എലമെൻറ്റ് ടോട്ടലി. ഇനി ഒരു എലമെൻറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ വെക്കാനുള്ള സ്ഥലം ഇതിലില്ല. അപ്പോൾ നമ്മളിതൊക്കെ തിരുത്തി പീരിയോഡിക് ടേബിളിന് 8 ഗ്രൂപ്പ് പീരീഡ് ഉണ്ടെന്നൊക്കെ പറയേണ്ടി വരും. ഇതുവരെക്കും ആരും കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തി കഴിഞ്ഞാൽ 8ാമത്തെ ഒരു പീരീഡും കൂടെ വേണ്ടി വരും. എനിവേ, എത്ര എലമെൻറ്റ് കണ്ടെത്തുന്നോ അത്രത്തോളം പീരീഡ് കൂടി വരും. അതേപോലെ സബ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ലാന്തനൈഡ് എന്ന് പറഞ്ഞ പോലെ സെപ്പറേറ്റ് ചെയ്ത പോലെ ഈ ഗ്രൂപ്പും കൂടെ വരാൻ തുടങ്ങും. ഗ്രൂപ്പല്ല, ഒരു സെറ്റ് ഓഫ് ബ്ലോക്ക് കൂടെ വരാൻ തുടങ്ങും. അതിൻ്റെ പേര് H ബ്ലോക്ക് എന്നൊക്കെ ആയിരിക്കും. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടൊക്കെ എത്താൻ പറ്റും. ഇതാണിപ്പോൾ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. ഈ കാണിച്ചിട്ടുള്ളത് 1, 2, 3, 4 കണ്ട മൊത്തം 18 ഗ്രൂപ്പുകളുണ്ട്.
മെൻ്റലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് മെൻ്റലീഫിൻ്റെ ഒന്നാമത്തെ ഗ്രൂപ്പാണ്, ഇതും മെൻ്റലീഫിൻ്റെ ഒന്നാമത്തെ ഗ്രൂപ്പാണ്. ഇത് മെൻ്റലീഫിൻ്റെ രണ്ടാമത്തെ ഗ്രൂപ്പായിരുന്നു. മെൻ്റലീഫിൻ്റെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ അടുത്ത ആളുകൾ ഉണ്ടായിരുന്നത് ഇവിടെയായിരുന്നു. ഇത് മെൻ്റലീഫിന് 3, അതിൽ ബാക്കി 3 ഉണ്ടായിരുന്നു ഇവിടെ. ഇത് 4, ബാക്കി 4 ഇവിടെ. ഇത് 5, ബാക്കി 5 ഇവിടെ. ഇത് 6, ബാക്കി 6 ഇവിടെ. ഇത് 7, ബാക്കി 6 ഇവിടെ, 7 ഇവിടെ. ഇനി ഇത് 8, ഇതും 8, ഇതും 8. ഇതാണ് ട്രാൻസിഷൻ ട്രയാഡ് എന്നറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ 0. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന എലമെൻറ്റുകൾ ഇവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലായല്ലോ. നോക്കൂ, ഇതും കൂടെ അദ്ദേഹം മെൻ്റലീഫ് ഒരു ഗ്രൂപ്പിലാണ് ആക്കിയത്. ഈ രണ്ടും കൂടെ ഒരു ഗ്രൂപ്പിലായിരുന്നു. ഈ 3 ഒരു ഗ്രൂപ്പ്, 4 ഒരു ഗ്രൂപ്പ് എന്ന രീതിയിലാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതിലേക്ക് നമ്മളത് മാറ്റിയിട്ട് സെപ്പറേറ്റ് ആക്കി കാണിച്ചതാണ് ഇത്. ഇനി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഇവിടെ വ്യക്തമാക്കാൻ വേണ്ടി നമ്മൾ AB എന്ന് കൊടുക്കും അവരെ. ഇത് 1A, ഇത് 1B, ഇത് 2A, ഇത് 2B, ഇത് 3B, 4B, 5B, 6B, 7B, അങ്ങനെ പോകും. ഇവിടൊക്കെ ഇതൊക്കെ എകളാണ്. സോ ആൽക്കലി മെറ്റൽ അഥവാ എസും പിയും എ ആണ്, ഡി ബി ആണ്. ടെക്സ്റ്റിനകത്ത് ഇവിടെ എ കൊടുത്തിട്ടുണ്ട്. അതും ശരിയായ പ്രയോഗം തന്നെയാണ്. ചില റെഫറൻസുകളിൽ അങ്ങനെ കാണുമെങ്കിലും ശരിക്കും സാധാരണ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഹയർ ലെവലൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഇത് ബിയും എസും പിയും എ ആയിട്ടാണ് പറയാം. ഇനി ഇത് ഓർക്കാനും വളരെ എളുപ്പമാണ്. 1 11 1, 2 12 2, 3 13 3, 4 14 4, കണ്ട, 5 15 5, 6 16 6, 7 17 7, 8 9 10 8. 8 18 അല്ല 8, 8 9 10 8, 18 0th ഗ്രൂപ്പാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഇത് വെച്ച് പ്രോബ്ലം ഉണ്ടാവും. ഗ്രൂപ്പ് 5A എലമെൻറ്റ് ഗ്രൂപ്പ് 6A എലമെൻറ്റുമായി കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന കോമ്പൗണ്ടിൻ്റെ ഫോർമുല എന്തെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ 5 എന്ന് ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെ ഈ 15th ഗ്രൂപ്പിനെയും മനസ്സിൽ വരണം, 5th ഗ്രൂപ്പിനെയും മനസ്സിൽ വരണം. പിന്നെ ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഇതാണ് ആ സംഭവം. ഗ്രൂപ്പിൻ്റെ എണ്ണം മനസ്സിലായല്ലോ, ഫൈൻ. ഇനി എലമെൻറ്റുകളെ പറ്റി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം, റേഡിയം. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഇട്രിയം, സിർക്കോണിയം, നിയോബിയം, മോളിബ്ഡിനം, ടെക്നീഷ്യം, റൂത്തേനിയം, റോഡിയം, പലേഡിയം, സിൽവർ, കാഡമിയം. ലാന്തനം, ഹാഫ്നിയം, ടൻഡാലം, ടങ്സ്റ്റൺ, റീനിയം, ഓസ്മിയം, ഇറിഡിയം, പ്ലാറ്റിനം, ഗോൾഡ്, മെർക്കുറി. ആക്ടിനിയം, റൂദർഫോർഡിയം, ഡുബിനിയം, സുബോർജിയം, ബോറിയം, ഹാസിയം, മെറ്റ്നേറിയം, ഡാംസ്റ്റാഡ്ഷ്യം, റോൺജിനിയം, കോപ്പർനീഷ്യം. ഇനി ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്, ഫ്ലെറോവിയം. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ബിസ്മത്ത്, മോസ്കോവിയം. ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെല്ലൂറിയം, പൊളോണിയം, ലിവർമോറിയം. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ, ടെനസിൻ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റേഡോൺ, ഓർഗനസോൺ. ഇനി ഇങ്ങോട്ട് വന്നാൽ സീറിയം, പ്രിസോഡിമിയം, നിയോഡിമിയം, പ്രൊമിത്തിയം, സമേറിയം, യൂറോപ്പിയം, ഗഡോലിനിയം, ടെർബിയം, ഡിസ്പ്രോസിയം, ഹോമിയം, മെർബിയം, തുലിയം, മെറ്റോബിയം, ലൂറ്റേഷ്യം. തോറിയം, പ്രൊട്ടക്ടേനിയം, യുറേനിയം, നെപ്റ്റൂണിയം, പ്ലൂട്ടോണിയം, അമരീഷ്യം, ക്യൂറിയം, ബെർക്കലിയം, കാലിഫോർണിയം, ഐൻസ്റ്റീനിയം, ഫെർമിയം, മെൻഡലിയം, നൊബിലിയം, ലോറൻസിയം. ഇത് നിങ്ങൾ പഠിക്കണം. ഇതിങ്ങനെ സമയത്ത് വായിച്ച് പഠിക്കുക. നിങ്ങൾ ഈ പഠിക്കാനിരിക്കുന്നതിൻ്റെ മുൻഭാഗത്ത് ഇതൊരെണ്ണം കൊണ്ടുവന്ന് ഒട്ടിക്കുക. അത് എപ്പോഴും കാണുന്ന രീതിയിൽ, ഇപ്പോൾ നിങ്ങൾ കിടക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ വാതിൽക്കലോ ഇത് ഒട്ടിക്കുക. ഇത് എപ്പോഴും ഇങ്ങനെ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പീരിയോഡിക് ടേബിളിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ബോർഡിൽ വരയ്ക്കട്ടെ. നിങ്ങൾ എഴുതി, അതേ പറഞ്ഞല്ലോ, വായിച്ച് അതേപോലെ കണ്ടത് പഠിക്കണം. സി, ഹൈഡ്രജൻ, ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഏകദേശം ഈ റേഞ്ചിൽ ഇങ്ങനെ നിൽക്കണം അല്ലേ. ജസ്റ്റ് ഒരു ഐഡിയ ഇട്ടാൻ വേണ്ടി ഇങ്ങനെ വരയ്ക്കട്ടെ. ഓക്കെ. ഇനി ഇവിടെ ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം, റേഡിയം. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്.
ഇനി ഓക്കെ അല്ലേ, ഇവിടെ ഗാലിയം, ബോറോൺ, അലൂമിനിയം, ഗാലിയം. ഇവിടെ കാർബൺ, സിലിക്കൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ അല്ലേ. ഇനി ഇതിന് താഴേക്കുള്ളത് എഴുതാം. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ഇനി ഇങ്ങോട്ട് വരാം. സ്കാൻഡിയം ഇവിടെ ആരാ? സ്കാൻഡിയം ഇവിടെ ആരാണ്? ഇട്രിയം, സിർക്കോണിയം, നിയോബിയം, ടെക്നീഷ്യം, റുത്തേനിയം, റോഡിയം, പലേഡിയം, സിൽവർ, കാഡ്മിയം, മോളിബ്ഡിനം, ടെക്നീഷ്യം, റുത്തേനിയം, റോഡിയം, പലേഡിയം, സിൽവർ, കാഡ്മിയം. ലാന്തനം, ഹാഫ്നിയം, ടൻഡാലം, ടങ്സ്റ്റൺ, റീനിയം, ഓസ്മിയം, ഇരിഡിയം, പ്ലാറ്റിനം, ഗോൾഡ്, മെർക്കുറി. ഇവിടെ ആക്ടിനിയം, റുദർഫോർഡിയം, ഡുബിനിയം, സീബോർജിയം, ബോറിയം, ഹാസിയം, മെറ്റ്നറിയം, ഡാംസ്റ്റാർഷ്യം, റോൺജനിയം, കോപ്പർനീഷ്യം. ഓക്കെ, വളഞ്ഞു തിരിഞ്ഞ് വൃത്തിയേടായോ? നെക്സ്റ്റ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമോണി, ബിസ്മത്ത്. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ഇതാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. ഇതാണ് എസ് ബ്ലോക്കും ബി ബ്ലോക്കും ഏകദേശം ആയില്ലേ. ഒന്നുകൊണ്ട് കംപ്രസ് ചെയ്താൽ കാണാലോ. എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ എഴുതാം. ഏതൊക്കെയാണ്? സീറിയം, റിസോഡിമിയം, നിയോഡിമിയം, പ്രൊമിത്തിയം, സമേറിയം, യൂറോപ്പിയം, ഗഡോലിനിയം, ടെർബിയം, ഡിസ്പ്രോസിയം, ഹോമിയം, എർബിയം, തുലിയം, എറ്റർബിയം, ലൂട്ടേഷ്യം. അടുത്തതോ തോറിയം, പ്രൊട്ടക്ടേനിയം, യുറേനിയം, ഈ യു ക്യാപിറ്റലാണ്, യുറേനിയം, നെപ്റ്റൂണിയം, പ്ലൂട്ടോണിയം, അമരീഷിയം, ക്യൂറിയം, ബെർക്കലിയം, കാലിഫോർണിയം, ഐൻസ്റ്റീനിയം, മെൻഡലിവിയം. ഐൻസ്റ്റീനിയം കഴിഞ്ഞാൽ ഫെർമിയം, FM, then മെൻഡലിവിയം, നൊബിലിയം, ലോറൻസിയം. ഇതിൽ ഈ എലമെൻറ്റുകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആക്ടിനൈഡുകളൊക്കെ പറ്റിയിട്ട് കാര്യമായിട്ട് പഠനം നടത്തിയ സയൻറ്റിസ്റ്റ് സീബോർഗ് എന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് സീബോർജിയം എന്ന ഈ എലമെൻ്റ് ഉള്ളത്. ഇത് ബോറ് കണ്ട, റൂദർഫോർഡ്, ഒരുപാട് സയൻറ്റിസ്റ്റുകളുടെ പേരിൽ ഇതുണ്ട്. ഐൻസ്റ്റീൻ 99 ആണ് അറ്റോമിക് നമ്പർ നിങ്ങൾ പ്രത്യേകം കാണാൻ പഠിക്കണം. ബോംബ് ഉണ്ടാക്കിയ സയൻറ്റിസ്റ്റ് ഫെർമി, ഹെൻറിക്കോ ഫെർമിയുടെ പേരിലാണ് 100ാമത്തെ എലമെൻറ്റ് അഥവാ ഫെർമിയം ഉള്ളത്. ഇത് മെൻഡലീഫ് നമുക്കറിയാം, പാരൻ്റ് അല്ലേ, ദാറ്റ് ഈസ് ഫാദർ ഓഫ് പഴയ പീരിയോഡിക് ടേബിൾ അല്ലേ. ഇതാരാ? ആൽഫ്രഡ് നോബൽ, നൊബിലിയം, അങ്ങനെ പോകും. സോ നിങ്ങളിത് എഴുതി പഠിക്കണം, നിർബന്ധമായി എഴുതി പഠിക്കണം. ഞാൻ ജസ്റ്റ് മുകളിലേക്ക് പഴയ നമ്മുടെ ഒറിജിനൽ പീരിയോഡിക് ടേബിളിലേക്ക് പോട്ടെ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 100ാമത്തെ എലമെൻറ്റ്, ഈ ഫാൻസി നമ്പറൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫാൻസി നമ്പർ നിങ്ങൾ ശരിക്കും പഠിക്കണം നിങ്ങൾ കേട്ടാ. 100 ആരാണ്? ഹെൻറിക്കോ ഫെർമിയാണ്. അപ്പോൾ 99 ഫാൻസിയാണ്, 101 ഫാൻസിയാണ്. ഐൻസ്റ്റീനിയവും മെൻഡലീവിയും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രിഷ്യസ് എലമെൻറ്റുകൾ ഉണ്ടല്ലോ. ആര്? ഗോൾഡ്. ഇവിടെ ഗോൾഡ് 79 അറ്റോമിക് നമ്പർ. സിൽവർ 47 അറ്റോമിക് നമ്പർ. കണ്ടല്ലോ. 110 ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡാംസ്റ്റാർഷ്യം. അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പ്രശ്നമാണ്. ഡാം സ്റ്റാർഷ്യം എന്നൊക്കെയാണ്. സ്റ്റാർഷ്യം.
പിന്നെ അങ്ങനത്തെ ചില പ്രത്യേക എലമെൻറ്റുകളെ നിങ്ങൾ പ്രത്യേകം അറ്റോമിക് നമ്പർ നോക്കി. അതേപോലെ അറ്റോമിക് നമ്പർ 50 എവിടെയാണ്? ടിന്നാണ്. ഇങ്ങനെ ഈ അറ്റോമിക് നമ്പർ ഫാൻസി ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കണം. ഇനി ബ്ലോക്കുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ കൃത്യമായി പറയാൻ നിങ്ങൾക്കും കഴിയും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ അപ്രോച്ച് ബിറ്റ്വീൻ മെൻഡലീവ്സ് ആൻഡ് മോഡേൺ പീരിയോഡിക് ടേബിൾ? ഒരാൾ അറ്റോമിക് വെയ്റ്റിൻ്റെ ബേസാണ്, ഒരാൾ അറ്റോമിക് നമ്പറിൻ്റെ ബേസാണ്. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ്, വിച്ച് എലമെന്റ് ഡു യു തിങ്ക് വുഡ് ഹാവ് ബീൻ നെയ്മഡ് ബൈ ലോറൻസ് ബെർക്കലെ ലബോറട്ടറി, സീബോർഗ്സ് ഗ്രൂപ്പ്? ലോറൻസിയം അറ്റോമിക് നമ്പർ 103, സീബോർജിയം അറ്റോമിക് നമ്പർ 106 അല്ലേ? ദ പീരിയോഡ് ദാറ്റ് കണ്ടെയ്ൻ ഓൺലി ഗ്യാഷ്യസ് എലമെന്റ് ഈസ്. പീരീഡിൽ ഗ്യാസസ് എലമെന്റ് മാത്രമുള്ള പീരീഡ് ഏതാണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാട്ടെ എനിക്ക്. പീരീഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഗ്യാസാണ്, ഇതും ഗ്യാസാണ്. ഇത്തരം കിട്ടി ഫസ്റ്റ് പീരീഡ് തന്നെ. എന്നാൽ ഇത് ഗ്യാസാണോ? നെവർ. ഇതാരെങ്കിലും ഗ്യാസാണോ? നോ. ഇത് മാത്രമാണ് ഗ്യാഷ്യസ് എലമെന്റ് മാത്രമുള്ള പീരീഡ്. ദാറ്റ് കണ്ടെയ്ൻ ഓൺലി ഗ്യാഷ്യസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പീരീഡ് ദാറ്റ് ഇൻക്ലൂഡ് ഓൾ ടൈപ്സ് ഓഫ് എലമെന്റ് ഈസ്. അത് ഓൾ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെറ്റൽ വേണം, നോൺ മെറ്റൽ വേണം, മെറ്റലോയിഡ് വേണം. ദാറ്റ് ഈസ് 6th പീരീഡ് ആണ് ആൻസർ. സോ ദിസ് ഇസ് ദ ആൻസർ. ദ ലോങ്സ്റ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് പീരീഡ്സ് ഇൻ പീരിയോഡിക് ടേബിൾ ആർ. ലോങ്സ്റ്റ് പീരീഡ് ഏതാണ്? വായോ നോക്കൂ. ലോങ്സ്റ്റ് പീരീഡ് ഇതിൽ ഏതാ? ഷോർട്ടസ്റ്റ് പീരീഡ് ഏതാണ്? സെക്കൻഡ് പീരീഡ് ആണ് ഷോർട്ടസ്റ്റ് പീരീഡ്. ലോങ്സ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് 6th 7th 6th 7th ലോങ്സ്റ്റ് പീരീഡ് ആണ്. കാരണം ഇതിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് അറിയോ? 1 2 3 ഇങ്ങനെ പോയി 18, പിന്നെ 19 20 21 22 23 24 25 26 27 28 29 30 32 എലമെന്റ് ഉണ്ട് ഈ രണ്ട് പീരീഡിലും. ഈ ചോദ്യം മുൻപ് ചോദിക്കുമ്പോൾ ഈ എലമെന്റുകളൊന്നും കാണപ്പെടാതെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് 7ാമത്തെ പീരീഡിനെ ഇൻകംപ്ലീറ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ ലോങ്ങസ്റ്റ് പീരീഡ് ഏതാണെന്ന് ചോദിച്ചാൽ 6 ഉത്തരം. ഇനി മുതൽ നിങ്ങളോട് ആ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 6 7 ലോങ്ങസ്റ്റ് ആണ്. സോ ലോങ്ങസ്റ്റ് പീരീഡ് 6ഉം 7ഉം, ഷോർട്ടസ്റ്റ് പീരീഡ് 1 എന്ന ഈ ഉത്തരമാണ് 2020 ശരി കേട്ടോ. ഒരു 3 കൊല്ലം ബാക്കിൽ 118ാമത്തെ എലമെൻ്റൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് വരെ ഈ ഉത്തരം ശരിയായിരുന്നു. പക്ഷേ ഇനി മുതൽ 6 7 and 1 എന്ന് പറയുന്നതാണ് ബെസ്റ്റ് ആൻസർ. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്ക് ഇത്രയും ഭാഗം ജസ്റ്റ് ബേസിക് ക്ലാസിഫിക്കേഷൻ ഓഫ് പീരിയോഡിക് ടേബിൾ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് കൂടുതലായിട്ട് പീരിയോഡിക് ടേബിളിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുണ്ട്.